ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. എല്ലാ ശ്രോതാക്കൾക്കും തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ തിരുവോണാശംസകൾ. പ്രധാന വാർത്തകൾ. തുല്യതയുടെയും സാഹോദര്യത്തിന്റെയും അതിജീവനത്തിന്റെയും കരുത്തോടെ മലയാളികൾക്ക് ഇന്ന് തിരുവോണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഝാർഖണ്ഡ്, ഗുജറാത്ത്, ഒഡീഷ സന്ദർശനം ഇന്നു മുതൽ. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയ അന്വേഷണ ഏജൻസിയും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഉള്ളിയുടെ കയറ്റുമതി തീരുവ 40% നിന്ന് 20% കുറയ്ക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഝാർഖണ്ഡ്, ഗുജറാത്ത്, ഒഡീഷ എന്നിവിടങ്ങളിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 3 സംസ്ഥാനങ്ങളിലും ഇന്നു മുതലുള്ള സന്ദർശനത്തോടനുബന്ധിച്ചാണ് പരിപാടികൾ. 6 വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഝാർഖണ്ഡിലെ ടാറ്റ നഗറിൽ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. 660 കോടിയിലധികം രൂപയുടെ റെയിൽവേ പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. PM ആവാസ് യോജനയുടെ 20,000 ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രങ്ങളും വിതരണം ചെയ്യും. നാളെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സൂര്യഘർ മുഫ്ത് ബിജിലി യോജന ഗുണഭോക്താക്കളുമായി അദ്ദേഹം സംവദിക്കും. 4ാമത് ആഗോള പുനരുപയോഗ ഊർജ്ജ നിക്ഷേപക സംഗമം, അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനമാണ് ഗുജറാത്തിലെ മറ്റ് പരിപാടികൾ. ചൊവ്വാഴ്ച ഒഡീഷയിലെത്തുന്ന ശ്രീ മോദി ഭുവനേശ്വറിൽ 3800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കും. തുല്യതയുടെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകൾ ഉണർത്തി മലയാളികൾക്ക് ഇന്ന് തിരുവോണം. ഉത്രാട പാച്ചിലിനൊടുവിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഓണക്കോടിയും പൂക്കളവും സദ്യവട്ടവുമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് സമൃദ്ധിയുടെ ഓണം ആഘോഷിക്കുന്നു. അസുര ചക്രവർത്തിയായ മഹാബലി പ്രജകളെ കാണാൻ വരുന്ന ദിവസം എന്നതിനപ്പുറം വിശ്വമാനവികതയുടെയും ചേർത്തുപിടിക്കലിന്റെയും സന്ദേശമാണ് ഓരോ തിരുവോണവും നൽകുന്നത്. തിരുവോണനാളിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉത്രാടപ്പാച്ചിലിന്റെ തിരക്ക് കണക്കിലെടുത്ത് കടകമ്പോളങ്ങൾ ഇന്നലെ വൈകിയും തുറന്നിരുന്നു. സ്ഥലസമയ പരിമിതികൾ മറികടക്കാൻ റെഡിമെയ്ഡ് പൂക്കളങ്ങൾ, വാടക മാവേലിമാർ, വാഴയിലയും ഉപ്പേരിയും ഓണത്തപ്പനും ഓലപ്പീപ്പിയും തലപ്പന്തുമെല്ലാം പതിപ്പിച്ച ഓണക്കോടികൾ, പൊതു സ്വകാര്യ സംവിധാനങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തെ കർഷകർ നേരിട്ട് ഒരുക്കിയ ഓണച്ചന്തകൾ, വലിയ വിലക്കഴിവോടെ സജീവമായ ഇലക്ട്രോണിക്സ് വസ്ത്രവിപണികൾ തുടങ്ങി ഏറെ പുതുമകളാണ് ഇക്കുറി ഓണത്തിനുള്ളത്. ഓണനാളിൽ വീടണയുന്ന മലയാളികൾക്കായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് KSRTC അധിക സർവീസ് ഒരുക്കിയിരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി ഇത്തവണത്തെ ഓണം അർത്ഥവത്താക്കാൻ മലയാളികൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഓണസന്ദേശത്തിൽ പറഞ്ഞു. ചിങ്ങമുണർന്നോണ പൂങ്കിളി പൂക്കളുമായി വന്നിതിലേ പൂവേ പൊലി പൂപ്പൊലി തൻ താളമേളമിന്നി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓണാശംസകൾ നേർന്നു. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും ആഘോഷിക്കാനുള്ള അവസരമാണ് ഓണമെന്ന് രാഷ്ട്രപതി. സമാധാനവും സമൃദ്ധിയും ക്ഷേമവും നിറഞ്ഞതാകട്ടെ ഓണമെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയ പ്രമുഖരും ഓണാശംസകൾ നേർന്നു. ലക്ഷദ്വീപിലും വിപുലമായ ഓണാഘോഷ പരിപാടികൾ തുടരുന്നു. വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, സന്നദ്ധ സംഘടനകൾ, തൊഴിലാളി യൂണിയനുകൾ എന്നിവയുടെ കൂട്ടായ്മയിൽ ദ്വീപുകളിലും ഓണാഘോഷ പരിപാടികളും കുടുംബസംഗമവും നടന്നു. ഓണത്തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂരിൽ ക്ഷേത്ര ദർശന സമയം 1 മണിക്കൂർ നീട്ടി. ഈ മാസം 22 വരെ ക്ഷേത്രനട ഉച്ചയ്ക്ക് 3:30 തുറക്കും. ഓണനാളിൽ പതിവ് ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ചശീവേലിയും മേളവും ഉണ്ടാകും. തിരുവോണ ദിനമായ ഇന്ന് 10,000-ഓളം ഭക്തർക്ക് വിശേഷാൽ തിരുവോണ സദ്യ നൽകും. ശബരിമല സന്നിധാനത്ത് തിരുവോണ ദിനമായ ഇന്ന് രാവിലെ 5-ന് നട തുറന്നു. ദേവസ്വം ജീവനക്കാരുടെ വക ഓണസദ്യ ഇന്ന് നടക്കും. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ദേശീയ അന്വേഷണ ഏജൻസിയും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സഹകരണവും ഏകോപനവും വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ന്യൂഡൽഹിയിൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന 2 ദിവസത്തെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര ഏജൻസികളുമായുള്ള സഹകരണം, ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം തടയൽ തുടങ്ങി ഭീകരതയെ നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള വിശദമായ തന്ത്രം ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചു. മാവോയിസ്റ്റ് വിരുദ്ധ ശ്രമങ്ങളിലെ വിജയത്തിൽ അദ്ദേഹം സംതൃപ്തി പ്രകടിപ്പിച്ചു.
അതേസമയം മയക്കുമരുന്ന്, അനധികൃത ഡ്രോണുകൾ, ഓൺലൈൻ തട്ടിപ്പുകൾ എന്നിവയുൾപ്പെടെ ഉയർന്നുവരുന്ന ദേശീയ സുരക്ഷാ വെല്ലുവിളികൾ തിരിച്ചറിയുകയും അവയെ ഫലപ്രദമായി നേരിടുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഉള്ളിയുടെ കയറ്റുമതി തീരുവ കുറച്ചു. 40% നിന്ന് 20%മായാണ് തീരുവ കുറച്ചത്. ഈ തീരുമാനം കർഷകർക്കും ഉള്ളിയുമായി ബന്ധപ്പെട്ട മറ്റ് മേഖലകൾക്കും നേരിട്ട് പ്രയോജനം ചെയ്യുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. ജമ്മുകശ്മീരിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. ബിജെപിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്നലെ ഡോഡയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ബുധനാഴ്ചയാണ് ജമ്മുകാശ്മീരിലെ 24 മണ്ഡലങ്ങളിലേക്ക് ആദ്യഘട്ട വോട്ടെടുപ്പ്. അതേസമയം ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പരിപാടികൾ ഊർജിതമായി. ഇന്നലെ കുരുക്ഷേത്രയിലെ തീം പാർക്കിൽ തിരഞ്ഞെടുപ്പ് റാലിയെ ശ്രീ മോദി അഭിസംബോധന ചെയ്തു. ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ നിരീക്ഷകരെ നിയോഗിച്ച് എഐസിസി. മുതിർന്ന നേതാക്കളായ അശോക് ഗെഹ്ലോട്ട്, അജയ് മാക്കൻ, പ്രതാപ് സിംഗ് ബാജ്വ എന്നിവരെയാണ് നിരീക്ഷകരായി കോൺഗ്രസ് നേതൃത്വം ചുമതലപ്പെടുത്തിയത്. അടുത്ത മാസം 5-നാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ത്യയുടെ പ്രക്ഷേപണ യുഗത്തിന് തുടക്കം കുറിച്ച ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്ന് 65 വർഷം പൂർത്തിയാക്കുന്നു. 1959 സെപ്റ്റംബർ 15-ന് അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദാണ് ആദ്യ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്തത്. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ എല്ലാ കളിയും ജയിച്ചാണ് ഇന്ത്യ സെമിയിലെത്തിയത്. ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ISL ഫുട്ബോൾ 11ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഇന്ന്. പഞ്ചാബ് എഫ്സിയാണ് എതിരാളികൾ. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. പുതിയ പരിശീലകൻ മിഖായേൽ സ്റ്റാറയുടെ കീഴിലാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ എഫ്സി ഒഡീഷ എഫ്സിയെയും ബംഗളൂരു എഫ്സി ഈസ്റ്റ് ബംഗാളിനെയും തോൽപ്പിച്ചു. ബ്രസൽസിൽ നടന്ന ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോ ഫൈനലിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം. 87.86 മീറ്റർ എറിഞ്ഞ നീരജിന് 1 സെന്റിമീറ്റർ വ്യത്യാസത്തിലാണ് 1ാം സ്ഥാനം നഷ്ടമായത്. പാരീസ് ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവായ ആൻഡേഴ്സൺ പീറ്റേഴ്സാണ് 1ാമതെത്തിയത്. ഡയമണ്ട് ലീഗിൽ തുടർച്ചയായ 2ാം വർഷമാണ് നീരജ് റണ്ണറപ്പ് ആകുന്നത്. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീറിന്റെ മാതാവ് തലശ്ശേരി കോടിയേരി മാടപ്പീടികയിൽ AN സെറീന നിര്യാതയായി. 70 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് ഉച്ചയ്ക്ക് കോടിയേരി വയലളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. മലപ്പുറത്ത് വീണ്ടും നിപ മരണം സംഭവിച്ചതായി സംശയം. വണ്ടൂർ നടുവത്ത് യുവാവ് മരിച്ചത് നിപ ബാധിച്ചെന്നാണ് സംശയം. ബംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. കൊൽക്കത്തയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ RG-കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, താല പോലീസ് സ്റ്റേഷൻ മുൻ ഓഫീസർ അഭിജിത്ത് മൊണ്ടൽ എന്നിവരെ CBI അറസ്റ്റ് ചെയ്തു. തെളിവുകളിൽ തിരിമറി നടത്തിയെന്നും FIR ഫയൽ ചെയ്യുന്നതിൽ കാലതാമസം വരുത്തിയെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റെന്ന് CBI വൃത്തങ്ങൾ അറിയിച്ചു. നേരത്തെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ കേന്ദ്ര ഏജൻസി സന്ദീപ് ഘോഷിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഉത്തർപ്രദേശിലെ മീററ്റ് ജില്ലയിൽ കെട്ടിടം തകർന്ന് 4 മരണം. ലോഹിയ നഗറിലാണ് ഇന്നലെ വൈകിട്ട് 3 നില കെട്ടിടം തകർന്നത്. പരിക്കേറ്റവരിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 10 പേരെ ദേശീയ ദുരന്ത നിവാരണ സേന രക്ഷപ്പെടുത്തി. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അനധികൃതമായി കടത്തിയ 7.5 കിലോ സ്വർണം അധികൃതർ പിടിച്ചെടുത്തു. ഇതിന് 5 കോടി രൂപ വിപണി മൂല്യമുള്ളതായി പോലീസ് വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട് 8 പേർ അറസ്റ്റിലായി. ഇവരിൽ എയർപോർട്ട് അതോറിറ്റിയിലെ 6 കരാർ തൊഴിലാളികളും ഉൾപ്പെടുന്നു. ദുബായിൽ നിന്നും മഡഗാസ്കറിൽ നിന്നും എത്തിയ യാത്രക്കാരിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. തുല്യതയുടെയും സാഹോദര്യത്തിന്റെയും അതിജീവനത്തിന്റെയും കരുത്തോടെ മലയാളികൾക്കിന്ന് തിരുവോണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഝാർഖണ്ഡ്, ഗുജറാത്ത്, ഒഡീഷ സന്ദർശനം ഇന്നു മുതൽ. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയ അന്വേഷണ ഏജൻസിയും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉള്ളിയുടെ കയറ്റുമതി തീരുവ 40%-ൽ നിന്ന് 20%-ആയി കുറയ്ക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.